അമ്മയ്ക്ക് പേടിയായിരുന്നു. അത് എല്ലാരെയും പേടിക്കുന്നു. ഇവര് വീട്ടുകാരില്ലെങ്കിൽ ഞങ്ങൾ സംസാരിക്കുകയൊക്കെ ചെയ്യും, ബഹളമൊക്കെ ഉണ്ടാക്കും. അവര് വന്നു കഴിഞ്ഞാൽ എല്ലാം കടുവയെ കൂട്ടിലേക്ക് പിടിച്ചുകൊണ്ട് ഓടിക്കളയാ. അത് എന്റെ ഉള്ളിലുണ്ടല്ലേ കലാപനവാ ആണല്ലേ. അപ്പൊ അമ്മ ഈ ഫസ്റ്റ് അഭിനയിക്കാനായിട്ട് അവസരം ഇതിനു മുമ്പ് നിങ്ങളുടെ ദീപാവളിയെ കുറിച്ച് ചോദിച്ചിട്ട് എന്റെ അഭിനയം ചോദിക്കുന്നു. അമ്മയുടെ കുറിച്ച് ചോദിക്കാൻ ഒരുപാട് കാര്യങ്ങളുണ്ട്. ഞാൻ പറഞ്ഞത് ആ ഉക്കാരയും വെള്ളയപ്പവും. അതാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത്. കടലപ്പരിപ്പ് കൊണ്ട് ഉണ്ടാക്കുന്ന ഒരു സാധനമാണ്. എന്താ വെച്ചാൽ കടലപ്പരിപ്പ് വറുത്ത് അത് കുക്കറിൽ വേവിച്ചിട്ട് പിന്നെ ഈ ബോളിക്കൊക്കെ ആട്ടും പോലെ അതിനെ ആട്ടി ശർക്കരയൊക്കെ ഇട്ട് ഇതെല്ലാം ആക്കി അതിന് നെയ്യും എണ്ണയും കൂടെ കലർന്ന് ചീൻചട്ടിയിലിട്ടിട്ട് ലോ ഹീറ്റില് ഇതിനെടുത്ത് തട്ടി നമ്മളിങ്ങനെ സോഫ്റ്റായിട്ട് ഇളക്കിയിരിക്കും. അത് കൈ രണ്ട് പോകും. ഏതാണ്ട് ഒരു ഉച്ചയ്ക്ക് ഒരു 12 മണി 1 മണിക്കൊക്കെ അത് ഉരുളിയിൽ വെച്ചാ വൈകുന്നേരം ഒരു 4 മണി 5 മണി വരെ അതാകും. കാരണം വളരെ സൂക്ഷിച്ച് വേണം ചെയ്യാൻ. ഓരോ പ്രാവശ്യം ഇളക്കി ഈ സ്പോഞ്ച് കേക്ക് പോലെ ആകും. നല്ല ആ നെയ്യുടെ എണ്ണയുടെ ഇതിനെ ശർക്കര ഇതങ്ങനെ തൊട്ട ഇങ്ങനെ കയ്യിൽ ഒട്ടൂല. ബട്ട് അത് നല്ല സോഫ്റ്റ് ആയിരിക്കും. ആ പരുവം ആകുന്നവരെ അത് ചെയ്യും. പിന്നെ അതിന് ഏലക്കായെല്ലാം തൂവി തേങ്ങയെല്ലാം വറുത്തിടും. അത് ഒരാഴ്ച എല്ലാം വരെ ഇരിക്കും. അതൊന്ന്. രണ്ടാമത് നമ്മുടെ ഈ അരിമാവ് ദോശമാവ് കുറച്ച് മിക്സ് ചെയ്തിട്ട് ഇഞ്ചി പച്ചമുളകും എല്ലാം കരിവേപ്പില എല്ലാം അരിഞ്ഞിട്ട് കടുവും കുലുവും ഉഴുന്നും പരിപ്പ് എല്ലാവരും കടുവറുത്തിട്ടും എന്നിട്ട് ഉണ്ണിയപ്പം ഉണ്ടാക്കുന്നില്ലേ ആ അപ്പക്കറിയത് ഇതിനടുത്ത് ഒഴിക്കും. ആ ഷേപ്പിലായിരിക്കും, വെള്ളയായിരിക്കും. പക്ഷെ ഇത് 2 ടൈപ്പ് ചെയ്യും. മോരപ്പം എന്ന് പറഞ്ഞ് ഒരെണ്ണം ചെയ്യും. നല്ല പുളിച്ച മോരില് അരി ഇടിച്ചിട്ട് കുറെ പപ്പടം പിച്ചെടുത്ത് ആ മോരിലിട്ട് ഇങ്ങനെ തട്ടി വെക്കും. അത് ഒരു 1 hour കഴിയുമ്പോ അത് നല്ലവണ്ണം പപ്പടം അങ്ങനെ കുഴഞ്ഞു വരുമ്പോ അതിനെ നല്ലവണ്ണം ഞവടിയിട്ട് ഈ അരിമാവ് തട്ടിട്ട് ഈ പറഞ്ഞ മാതിരിയുള്ള എല്ലാ സാമഗ്രികളും ഇട്ട് കടുവറുത്ത് അതിലിട്ട് തേങ്ങയും ചിരണ്ടിയിട്ട് അതിനെ ഇടയ്ക്ക് ഈ അപ്പക്കറിയെടുത്ത് ഇങ്ങനെ വിടും. അത് ഭയങ്കര ടേസ്റ്റാ. എന്നിട്ട് അതിനൊരു പച്ചമുളക് ചമ്മന്തി, പച്ചമുളക് നല്ലപോലെ എരിവ് ചമ്മന്തിയും അതിന് ഇത് രണ്ടും. പിന്നെ ഇഡ്ഡലി സാമ്പാർ അതൊക്കെ രാവിലെ ദീപാവലിക്കുള്ളതാണ്. ഇത് രണ്ടും ആദ്യം വിളമ്പിട്ട് ഇഡ്ഡലി വെച്ചിട്ട് പിന്നെയേ ഉള്ളൂ നമ്മളുണ്ടാക്കുന്ന സ്വീറ്റ്സ് എല്ലാം. പിന്നെ ആ 4ാം ജാമം ഞാൻ പറഞ്ഞില്ലേ, 4ാമത്തെ അത് വരുന്നതിന് മുമ്പ് കുളിച്ചിരിക്കണം, പുതിയ ഡ്രസ്സുകൾ ഇട്ടിരിക്കണം. അത് അമ്മൂമ്മ ആ ടൈം 3 മണിയാകുമ്പോൾ വിളിച്ച് എണ്ണ തേച്ചുള്ള കുളി. തലയ്ക്ക് ദിവസം ഒരു പരവ വെച്ച് വിളക്ക് കത്തിച്ച് വെച്ച് എണ്ണയിൽ മഞ്ഞ, കുരുമുളക്, പിന്നെ വറ്റൽമുളക് ഇതിലായിട്ട് നല്ലെണ്ണയിട്ട് കാച്ചി വെക്കും. പിന്നെ ഒരു പലകയുടെ എല്ലാവരുടെയും ഡ്രസ്സുകൾ, പിന്നെ സ്വീറ്റ്സ്, ഈ ഒക്കര എല്ലാ സാധനവും വെച്ചിരിക്കും. കാറ്റൊഴിച്ച് അത് അവര് നേദിക്കും. നേദിച്ചിട്ട് നമ്മളെല്ലാം പിടിച്ചിരുത്തി തലയിൽ ഇത്തിരി എണ്ണ എടുത്ത് വെച്ച് തലയിലിട്ട് ഇങ്ങനെ തേച്ച് തലയിൽ തട്ടി വിടും. എന്നിട്ട് 2 മണിക്ക് അവര് ചൂടുവെള്ളം വലിയ കുട്ടുവിട്ടത് ചൂടുവെള്ളം ഇട്ട് എല്ലാരും കുടിച്ച് പിന്നെ ഡ്രസ്സെല്ലാം ഇട്ട് എല്ലാം വന്നപ്പം ഒരു 4-5 വെടി അങ്ങ് വെക്കും. ആ വെടിയിലാണ് ദീപാവലി ഒരു സിഗ്നൽ. എന്ത് ഭംഗിയുള്ള ദീപാവലി ആഘോഷം. നമുക്കിത് കേട്ടപ്പോ തന്നെ കൊതിയാവണം. അത് കഴിഞ്ഞാൽ പിന്നെ എല്ലാരും മത്താപ്പൂക്ക ഇടുക. അതിന് ഒരു 1 hour ടൈം കിട്ടും. അതെല്ലാം കഴിഞ്ഞ് വരുമ്പോ എല്ലാവർക്കും ഇല വെച്ച് പലഹാരം എല്ലാം. ഈ 4ാം യാമത്തില് ഈ പുറത്ത് ഒരു വെളുപ്പ് അറിയുന്നതിന് മുമ്പ് ഇത് എത്രയും നടന്നിരിക്കണം. ഇപ്പൊ അങ്ങനെ ചെയ്യുന്നുണ്ടോ അമ്മ? ഇപ്പൊ എവിടെ ദീപാവലി എന്ന് പറഞ്ഞാലേ ആർക്കറിയില്ല. അതന്നെ ഞാൻ പറഞ്ഞു, പട്ടാസ് വാങ്ങിക്കുക, സ്വീറ്റ്സ് കഴിക്കുക, ഹോട്ടലിൽ പോയി കഴിക്കുക, സിനിമ കാണാൻ, പിന്നെ എല്ലാവർക്കും ഹാപ്പി ദീപാവലി വഴി കാർഡുകൾ അയക്കുക, SMS അയക്കുക. ഇപ്പൊ അതും വന്നല്ലോ. അങ്ങനെ അതുകൊണ്ട് അങ്ങനെ ഈ ദീപാവലി ഇപ്പൊ ഈ റെഡിമെയ്ഡ് 777 പോലെ ആയി. ഒരു ബോക്സിൽ കിട്ടും സ്വീറ്റ്സ് എല്ലാം. അത് എവിടെ വേണമെങ്കിൽ നമുക്ക് ഗിഫ്റ്റ് കൊടുക്കാം, നമ്മൾ വാങ്ങാം. അതുകൊണ്ട് വീട്ടിൽ ചെയ്യണ്ട, പണി ചെയ്യണ്ട. നമുക്കങ്ങനെ പറ്റില്ല. ഞാനൊക്കെ ഇത് കണ്ടോണ്ടിരിക്കുന്ന കുറെ പേരുണ്ട് വീട്ടിൽ പണിയെടുക്കാത്ത പെൺകുട്ടികൾ. അവർക്ക് എന്താണ് അമ്മയ്ക്ക് പറയാനുള്ളത്? പണിയെടുക്കണം തന്നെ ഞാൻ പറയും. എന്തെന്നറിയോ, വേറെ ഒന്നും കൊണ്ടല്ല, മനുഷ്യനായ ദൈവം കുറച്ച് അറിവ് നമുക്ക് തന്നിട്ടുണ്ട്.
പിന്നെ പഴയ പോലെ ഇല്ലാതെ ഇപ്പൊ ഒരുപാട് സൗകര്യങ്ങൾ പഠിക്കാനും ചെലവാക്കാനും അമ്മമാരും അത് കൊണ്ടു നടക്കാനാകാം എല്ലാ സൗകര്യങ്ങളും ഇപ്പൊ ഉണ്ട്. പിന്നെ എന്തുകൊണ്ട് ഇവർക്ക് ഇതെല്ലാം പഠിച്ചുകൂടാ? എന്തുകൊണ്ട് ഇതെല്ലാം പഠിച്ചുകൂടാ? ഞാനിതൊക്കെ ചെയ്യാറുണ്ട്. അതെ, അപ്പൊ പറയും കളവും കറ്റുമറ, കളവ് പോലും പഠിക്ക, പിന്നെ അത് മറന്നാളാ എന്നാണ് പറയുന്നത്. അതുപോലെ 64 കലകളിലും നമ്മുടെ എന്ത് കലയാണെന്ന് നമുക്ക് തോന്നുന്നു, ഇഷ്ടപ്പെടുന്നു, അത് പഠിച്ചതെന്താ? ഇപ്പൊ ചുമ്മാ ഷോപ്പിംഗ് പോവുക, കാശ് കളയുക, സിനിമയ്ക്ക് പോവുക, ചുമ്മാ ഫോൺ ചെയ്യുക, ഏത് നേരമും ഫോൺ ചെയ്ത് ആ കയ്യിൽ ഈ ആയുധമില്ലാതെ ഒരു മനുഷ്യരുടെ കയ്യിൽ ഞാൻ കണ്ടിട്ടില്ല. പണ്ട് മനുഷ്യർ താമസിച്ചിട്ടില്ലേ? ഒരു ടെലഗ്രാം വന്ന എല്ലാ വീടുകളിൽ നിന്നും വിളിച്ചു വന്നു കളയും. മനുഷ്യ കമ്പി വന്ന് മരിച്ചു എന്നാണ് അർത്ഥം. അതാണ് കമ്മ്യൂണിക്കേഷൻ അയക്കുന്നത്. അയ്യോ, അവ വീട്ടിലെ കമ്പി വന്നിருக்கு എല്ലാം ഇട്ടിട്ട് പഠിക്ക് ഓടി വന്നത്. ആ പോസ്റ്റ്മാനെ ചുറ്റി ഇങ്ങനെ ഇരിക്കുമ്പോ ചിലപ്പോ നല്ലതായിരിക്കും. പക്ഷെ ഇതിലുള്ള ധാരണ അതാണ്, വിദ്യാഭ്യാസം ഇല്ലാത്തതുകൊണ്ട് ആ ഒരു തോന്നൽ. എന്താ പറഞ്ഞ ഒരു പോസ്റ്റ്മാൻ വായിക്കുന്ന ലെറ്ററാണ് എല്ലാരും കേട്ട് പഠിക്കുന്നത്. അവരവർക്ക് അറിയില്ല. അതെല്ലാം പോയി ഇപ്പൊ എന്തെല്ലാം കാര്യങ്ങൾ നമുക്കുണ്ട്. വീട്ടിൽ കൊച്ചുകുട്ടികളുടെ മൊബൈലുണ്ട്. നിങ്ങളെ കാണണമെങ്കിൽ ഇതിന്റെ കൂടെ എന്നെ കണ്ട് സംസാരിക്കാം അല്ലെ? അതവര് വരെ വന്നില്ലേ? ആ ഇരിക്കുന്ന ഈ കാലഘട്ടത്തിൽ എന്തുകൊണ്ട് ഇതെല്ലാം യൂട്ടിലൈസ് ചെയ്തുകൂടാ? താല്പര്യം കാണിക്കുന്നില്ല. അമ്മയുടെ കാലത്തുള്ള ദീപാവലിയിലേക്ക് നമുക്ക് എല്ലാവർക്കും തിരിഞ്ഞു പോകാൻ കേട്ടോ. സത്യം കൊതിയാവുന്ന അങ്ങനെ ഏത് സ്റ്റേറ്റ്സിൽ പോയാലും ലണ്ടനിൽ പോയാലും നമ്മുടെ കൾച്ചർ നമ്മൾ വിടാൻ പാടില്ല. അത് പാടില്ല എന്ന് പറഞ്ഞാൽ അതിനെക്കുറിച്ച് നമ്മൾ പഠിച്ചിരിക്കണം. സൂപ്പർ. ആരും ജനിക്കുമ്പോ പഠിക്കൊന്നുമില്ല. ഇപ്പൊ ഞാൻ തന്നെ ഇത്രയും പറയണമെന്ന് വെച്ചാൽ എന്റെ വീട്ടിൽ ചെയ്തതും അമ്മമ്മ പറഞ്ഞതും ഞാൻ പഠിച്ചതും കേട്ടതും ഞാൻ ചെയ്ത് അനുഭവത്തിനും ഉണ്ടല്ലോ. ആ എക്സ്പീരിയൻസിലും കൂടിയാണ് ഞാൻ ഇതെല്ലാം പറയുന്നത്. അല്ലാതെ എനിക്കെന്തോ പറയാം.